ഹലോ നമസ്കാരം. ഹോല വേൾഡിൻ്റെ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളെ പറ്റി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ക്യാൻ വി ക്യാരി സ്വീറ്റ്സ്, സ്നാക്സ് ഓർ അതർ ഈറ്റബിൾസ് ഇൻ ഹാൻഡ് ലഗേജ്? അതിൻ്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. ബോർഡർ പ്രൊട്ടക്ഷൻ പറയുന്നത് യെസ്, യു ക്യാൻ ക്യാരി സ്വീറ്റ്സ് ആൻഡ് സ്നാക്സ് ഇൻ യുവർ ഹാൻഡ് ലഗേജ്. എൻഷുർ ദേ ആർ കൊമേഴ്ഷ്യലി പ്രിപ്പയർഡ് ആൻഡ് പാക്കേജ്ഡ്, ഡിക്ലെയറിംഗ് ഓൺ യുവർ ഇൻകമിംഗ് പാസഞ്ചർ കാർഡ്. ഓസ്ട്രേലിയക്ക് അകത്തേക്ക് അത് കയറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് എഴുതണം. നിങ്ങൾ ഫ്ലൈറ്റെ വെച്ച് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അത് നിങ്ങളത് ഡിക്ലെയർ ചെയ്യുകയും വേണം. അപ്പോൾ ബയോസെക്യൂരിറ്റി ഓഫീസേഴ്സ് നിങ്ങളുടെ ആ പാക്കേജ് തുറന്ന് നോക്കുകയും അത് ക്ലിയർ ചെയ്തും കൊണ്ടുവരാൻ പാടില്ലാത്ത ഒരു സാധനമാണെങ്കിൽ അതിനകത്ത് എസ്പെഷ്യലി ബയോസെക്യൂരിറ്റിയെ ഹാം ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതെടുത്ത് കളയും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ നമ്മൾ സ്നാക്സൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ വറുത്തതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളത് ചെക്കിനിൽ വെച്ചാൽ കുഴപ്പമില്ല. അത് നോർമലി അത് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലം വരുന്നുമില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാൻ വി ക്യാരി ഷാംപൂ, കണ്ടീഷണർ ആൻഡ് ലോഷൻ 300 ml മുതൽ 400 ml വരെയുള്ളത് ചെക്ക്ഡ് ബാഗേജിൽ? അപ്പോൾ അതിൻ്റെ റൂൾ എന്താണെന്ന് അറിയാമല്ലോ. നിങ്ങൾക്ക് ഹാൻഡ് ലഗേജിൽ 100 ml മേളിലുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. അപ്പം 300 ml ഒക്കെ ഉള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ചെക്ക്ഡ് ബാഗേജിൽ കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇങ്ങനത്തെ ക്രീമും പേസ്റ്റും ഈവൻ അച്ചാർ പോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അത് ലീക്ക് ആവാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പോൾ അതിനൊക്കെ ഒത്തിരി ടെക്നിക്സ് ഉണ്ട്. നന്നായി ഒരു പ്ലാസ്റ്റിക് ബാഗിലിട്ട് അത് പാക്ക് ചെയ്ത് നന്നായി വാക്യൂം പ്രൂഫ് ചെയ്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കൊണ്ടുവരാൻ നോക്കുക. അല്ലെങ്കിൽ വേറൊരു ടെക്നിക്ക് ഇപ്പോൾ കാണിക്കാറുണ്ട്, ബലൂണൊക്കെ വെച്ചിട്ട് ബലൂൺ കൊണ്ട് അതിൻ്റെ വാവട്ടം കവർ ചെയ്ത് സെക്യൂറാക്കി വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തേക്കുള്ള ലീക്ക് വരത്തില്ല കേട്ടോ. അതൊരു ഈസി ടെക്നിക്കാണ്. അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാം. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു നല്ല ടെക്നിക്കായിരിക്കും. ക്യാൻ ഐ ക്യാരി ആൻ എക്സ്ട്രാ ഹാൻഡ് ബാഗ് എലോങ് വിത്ത് ചെക്ക് ഇൻ ബാഗേജ് ഫോർ ആൻ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ടു ഓസ്ട്രേലിയ? ഇപ്രാവശ്യവും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ റൂള് അത് റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. അങ്ങനത്തേത് ഇനി കൊണ്ടുവരരുത്. ഫാസ്റ്റ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്ട്രാ കൊണ്ടുവരുന്ന നിങ്ങളുടെ യാത്രയെ ഡിലേ ആക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടുവരാതിരിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ നിയമം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അക്കോർഡിംഗ് ടു ദ എയർലൈൻ പോളിസീസ് ഇറ്റ് ഡിഫർ എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനത്തെ കൊണ്ടുവരാതിരിക്കുക. ഇനി അങ്ങോട്ട് നിയമങ്ങൾ കടുപ്പമാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കാര്യത്തിൽ. അപ്പോൾ ഈ ചെക്ക് ഇൻ ബാഗേജിനെ പറ്റിയുള്ള കുഞ്ഞ് ഇൻഫോർമേറ്റീവ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണാം. ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.